ഒയാസിസ് കമ്പനിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഞ്ചായത്തിന്റെ അധികാരം സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. പെരുമാട്ടി പഞ്ചായത്തിന്റെ തീരുമാനം മൂലമാണ് ആഗോള കമ്പനിയായ കൊക്കക്കോളയ്ക്ക് പ്ലാച്ചിമടയിലെ പ്രവർത്തനം നിർത്തേണ്ടി വന്നത്. നിയമങ്ങൾ മാറിയതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം നഷ്ടമായത്. നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമത്തിന് മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലല്ലോ. യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, പഞ്ചായത്തുകൾക്കും അതിൻ്റെ അധികാരപരിധിയുണ്ട്. ഇപ്പോൾ ഇത് നാട്ടിലുള്ള നിയമത്തിന് വിധേയമായിട്ട് ഏത് സർക്കാരിനാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും, പഞ്ചായത്തുകൾക്കും അത്രേ പറ്റും. തദ്ദേശ വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രിയുടെ പ്രസ്താവനയാണ് കേട്ടത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം ഉള്ള കാലം ഉണ്ടായിരുന്നു. പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയും എലപ്പുള്ളിയിലെ ഒയാസിസ് കമ്പനിയും തമ്മിൽ ചില സാമ്യതകളുണ്ട്. രണ്ടും പാലക്കാട് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് കമ്പനികളുടെയും അസംസ്കൃത വസ്തു വെള്ളമാണ്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കൊക്കക്കോള കമ്പനി പ്രവർത്തനം നിർത്തിയത് പെരുമാട്ടി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിനാലാണ്. എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യ കമ്പനി തുടങ്ങാൻ പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതി പോലും ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യേണ്ടിയിരിക്കുമ്പോൾ തന്നെ വൻകിടക്കാർക്ക് പഞ്ചായത്തിനെ സമീപിക്കേണ്ടതില്ല. ഇത്രയും വലിയ 600 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു കമ്പനി വരുന്ന സമയത്ത് അത് പഞ്ചായത്തിന് അധികാരം ഇല്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? പഞ്ചായത്തിലാണ് ഈ കമ്പനി വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുഴുവൻ പഞ്ചായത്തിന്റെ അധികാരമാണ്. വ്യവസായങ്ങൾ എളുപ്പത്തിൽ തുടങ്ങാനായാണ് നിയമങ്ങളിൽ മാറ്റം വരുത്തിയത്. ഏകജാലക സംവിധാനം നടപ്പിലാക്കിയതോടെ എല്ലാം എളുപ്പമായി. കേരളം വ്യവസായ സൗഹൃദമാകണം എന്നതിൽ ആർക്കും തർക്കമില്ല. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക സർക്കാരിനെ വകുപ്പ് മന്ത്രി തന്നെ ഇകഴ്ത്തുന്ന രീതി ശരിയല്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.